നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ മന്ത്രിസഭ 14 വർഷങ്ങൾക്ക് ശേഷം അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റാർമറിന്റെ മന്ത്രിസഭയിലെ എല്ലാവിധ മന്ത്രിമാരെയും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മന്ത്രിമാരെല്ലാം തന്നെ ഇന്ന് പല പത്രസമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി. അവരെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പത്രസമ്മേളനങ്ങളിലൂടെ പറയുകയുണ്ടായി. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് ഇന്ത്യൻ റുപ്പീസിനെതിരെ പൗണ്ടിന്റെ വാല്യൂ ഏകദേശം 107 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഒരു പൗണ്ട് കൊടുത്താൽ 107 ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അതായത് നാട്ടിലേക്ക് പൈസ അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പൗണ്ട് അയച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം 107 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. യൂണിവേഴ്സിറ്റി ഫീസൊക്കെ അടയ്ക്കേണ്ട കുട്ടികൾക്കാണെങ്കിൽ അത്ര നല്ല സമയമല്ല. കാരണം മിനിമം 107 രൂപയെങ്കിലും കൊടുത്താൽ മാത്രമേ ഒരു പൗണ്ട് യു കെയിൽ ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നിമിഷം വരെ യുകെയിലെ ലേബർ ഗവൺമെന്റ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അവർ കൊണ്ടുവന്ന ഏക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യസിലേക്ക് കൊണ്ടുവന്ന പ്ലാനായ റുവാണ്ടയിലേക്ക് ഇവിടുന്നുള്ള അഭയാർത്ഥികളായിട്ട് വരുന്നവരെ കയറ്റി വിടുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഇപ്പോൾ ലേബർ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതായത് അഭയാർത്ഥികളായിട്ട് യു കെയിൽ വരുന്നവർക്ക് അവരുടെ അഭയാർത്ഥി സ്റ്റാറ്റസ് കിട്ടുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു അവസരമാണ് ലേബർ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ അഭയാർത്ഥി ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയാൽ അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകേണ്ടി വരും. അന്നേരം അവർക്ക് റുവാണ്ടയിലേക്ക് പോകാതെ യു കെയിൽ തന്നെ നിൽക്കാനുള്ള അവസരമാണ് സ്റ്റാർമർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി കൺസർവേറ്റീവ് ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയത്. ആ പൈസ എല്ലാം ഇപ്പോൾ യു കെക്ക് നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരൊറ്റ മാറ്റമാണ് ലേബർ ഗവൺമെന്റ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ലേബർ ഗവൺമെന്റിലെ മന്ത്രിമാർ ഇതുവരെ ഇവിടുത്തെ കെയർ വർക്കേഴ്സിന്റെ ഡിപെൻഡന്റ് വിസ നിർത്തലാക്കിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവന്നത് നിർത്തലാക്കിയതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലെ വരുത്തിയ മാറ്റങ്ങളിലൊന്നും ഇതുവരെ അവർ ഒരഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ NHSലെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒരഭിപ്രായം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അന്നേരം ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാലും മറ്റു ചില പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതായത് യു കെയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇവിടെ ഇപ്പോൾ വീടുകൾ കിട്ടാനില്ലാത്തതാണ്. അന്നേരം അതിന് ഇവിടുത്തെ പ്ലാനിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അന്നേരം പുതിയ ഗവൺമെന്റ്, അതായത് ലേബർ ഗവൺമെന്റ് ഒരു പ്ലാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത 5 വർഷം കൊണ്ട് ഏകദേശം 15 ലക്ഷത്തോളം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷം മിനിമം 3 ലക്ഷം വീടുകൾ നിർമ്മിക്കാനുള്ള പ്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിനുവേണ്ടി ഈ പ്ലാനിംഗ് കമ്മീഷനിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഒക്കെ മാറ്റി അതിനകത്ത് കടമ്പകൾ പെട്ടെന്ന് കടന്ന് അവർക്ക് വീടുകൾ വെക്കാവുന്ന രീതിയിലുള്ള ഒരു അവസരമാണ് അവർ ഒരുക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ലക്ഷം വീടുകളോളമാണ് ഒരു വർഷം അവർ പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്നേരം നമുക്ക് മനസ്സിലാകും യുകെയിലെ അക്കോമഡേഷൻ എന്തുവേണ്ടി പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് ഈ പറയുന്ന ഒറ്റ വാക്കിൽ നിന്ന്. അതായത് അടുത്ത എല്ലാ വർഷവും 3 ലക്ഷം വീട് വെച്ച് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും യുകെ എത്രമാത്രം ഇപ്പൊ വീടുകൾക്ക് ക്ഷാമമുണ്ട് എന്നുള്ളത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പാർട്ടി അവർ ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞിരുന്നു ഇവിടുത്തെ ടാക്സ്, NI, വാറ്റ് ഇതൊന്നും കൂട്ടുകയില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ ചാൻസലറിന്റെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് യു കെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാമ്പത്തിക ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് യു കെ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കൺസർവേറ്റീവ് പാർട്ടി അവരെപ്പോഴും പാർട്ടിയെ മുന്നിൽ നിർത്തുന്നതിന് വേണ്ടി കഠിനമായ തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് യു കെ കടന്നു പോയതെന്നും അതുകൊണ്ട് തന്നെ പുതിയ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർ മടിക്കുകയില്ലെന്നാണ് പുതിയ ചാൻസലർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേബർ അവരുടെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്ന ഈ ടാക്സ് കൂട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇനി എത്രമാത്രം പ്രാബല്യത്തിൽ വരും, അതല്ല ഇനി അവർ വീണ്ടും ടാക്സുകളും NIയും ഒക്കെ കൂട്ടുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ ചാൻസലറുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചേക്കുന്നത് അവർ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുകയില്ല, അവർ രാജ്യത്തിനെ മുന്നിൽ നിർത്തും, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവരുടെ തീരുമാനങ്ങൾ എന്നുള്ളതും അത് എത്രമാത്രം സാധാരണക്കാരെ ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NHSുമായിട്ട് ബന്ധപ്പെട്ടാണ്. NHSുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് NHS തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, NHSനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ അതിനുവേണ്ടി കൊണ്ടുവരുന്നതെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരാകെ പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ 40,000-ഓളം അപ്പോയിന്റ്മെന്റുകൾ കൂടുതൽ നടത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 40,000 അപ്പോയിന്റ്മെന്റുകൾ കൂടുതൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാഫിനെ എവിടുന്ന് കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല.
അന്നേരം അതുകൊണ്ട് തന്നെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിയനുകളെല്ലാം തന്നെ സാലറി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ടും പുതിയ ഹെൽത്ത് സെക്രട്ടറി ഇതുവരെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമാണ് അവരെടുക്കുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ലേബർ മന്ത്രിസഭയുടെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UK കടന്നു പോകുന്നത് അത്ര നല്ലൊരു സിറ്റുവേഷനിലൂടെ അല്ല. പൊതുവെ കഠിനമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ UK തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇമിഗ്രേഷൻ കൂടുന്നത് തടയാൻ വേണ്ടി അവർ പുതിയതായിട്ട് പ്ലാൻ ചെയ്ത ഒരു കമാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. അന്നേരം അതിന്റെ പ്രാരംഭ നടപടികൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ടീമിനെ കറക്റ്റായിട്ട് റെഡിയാക്കി കൊണ്ടുവരികയും ഇവിടുത്തെ ക്രിമിനൽ ഗ്യാങ്ങുകളെ UKയിലേക്ക് ആൾക്കാരെ 10,000 പൗണ്ടൊക്കെ മേടിച്ച് കടത്തിവിടുന്ന ക്രിമിനൽ ഗ്യാങ്ങുകളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായാണ് മുൻപോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ അനധികൃതമായുള്ള കുടിയേറ്റം UKയിൽ കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം UKയിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് അനധികൃതമായുള്ള കുടിയേറ്റം തടയുക എന്നുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന്, അതായത് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് UKയിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്നതിന് ഇവിടെ ഉള്ളവർക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഈ അഭയാർത്ഥികളുടെ മറവി ക്രിമിനലുകളും തീവ്രവാദികളും ഉൾപ്പെടെ UKയിലേക്ക് കടന്നു കയറുന്നുണ്ട്. അന്നേരം അതിനെ തടയാൻ വേണ്ടി UKയിലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് യൂത്ത് മൊബിലിറ്റി വിസയെ കുറിച്ചാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് യൂത്ത് മൊബിലിറ്റി വിസ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ നിന്ന് UKയിലേക്ക് വരുന്നത് അത് യൂത്ത് മൊബിലിറ്റി വിസ അല്ല, യങ് പ്രൊഫഷണൽ സ്കീമാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്കീമാണ് യങ് പ്രൊഫഷണൽ സ്കീം. ഈ യങ് പ്രൊഫഷണൽ സ്കീം വെച്ച് നമുക്ക് 3000-ഓളം പേർക്കാണ് ഒരു വർഷം UKയിലേക്ക് വരാൻ സാധിക്കുന്നത്. ഡിഗ്രി പാസ്സായവരായിരിക്കണം, 30 വയസ്സിലും 21 വയസ്സിലും ഇടയിലുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് UKയിലേക്ക് വരാൻ സാധിക്കുന്നത്. അന്നേരം ഇത് യൂത്ത് മൊബിലിറ്റി വിസയുടെ സെയിം സ്കീമാണ്. പക്ഷേ യൂത്ത് മൊബിലിറ്റി വിസ എന്നുള്ളത് കുറച്ചധികം മറ്റ് കൺട്രികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. ഇന്ത്യക്കുള്ളത് യങ് പ്രൊഫഷണൽ സ്കീമാണ്. അത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്. അത് ഏകദേശം 3000-ഓളം പേർക്കാണ് വരാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞ മാർച്ചോടെ കഴിഞ്ഞിരുന്നു. ഇപ്പൊ അടുത്ത നറുക്കെടുപ്പ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ജൂലൈ എൻഡിലോ ഓഗസ്റ്റിലോ അതിന്റെ നറുക്കെടുപ്പ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നറുക്കെടുപ്പ് എപ്പോൾ വന്നാലും നമ്മൾ തത്സമയം നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്രട്ടറി തന്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ 6500-ഓളം പുതിയ ടീച്ചർമാരെ റിക്രൂട്ട് ചെയ്യുന്ന പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് അവരുടെ പ്ലാൻ എന്നും അതുകൊണ്ട് തന്നെ ടീച്ചിങ് ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും തന്നെ ഗെറ്റ് ഇൻ ടു ടീച്ചിങ്ങിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അതുവഴി എത്രയും പെട്ടെന്ന് തന്നെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് UKയിൽ ഇപ്പോൾ ശക്തമായ ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്. UKയിലെ സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസത്തിന് വളരെ മുൻഗണന അവർ കൊടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിനുവേണ്ടിയുള്ള ഫണ്ട് അവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസിൽ ടാക്സ് കൊണ്ടുവന്നുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ടാക്സ് കിട്ടി ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് സ്കൂളുകളിലേക്കുള്ള ഫണ്ട് കണ്ടെത്താമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ എന്ന് തൊട്ടാണ് ഈ പ്രൈവറ്റ് സ്കൂളുകളുടെ ഫീസുകൾക്ക് ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ തത്സമയം നിങ്ങളെ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.